ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. അമീറും റോസും കൂടുതൽ മാനസികമായ അടുപ്പത്തിലായി. ഒരു ശക്തിക്കും അവരെ പിരിക്കാൻ കഴിയില്ല എന്ന പോലെ. ഇതിൻ്റെ ഇടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ലഞ്ച് ബ്രേക്ക് ടൈമിൽ റോസിന് അമ്മച്ചിയുടെ ഫോൺ വന്നത്. ഇപ്പോൾ പഴയ പോലെ ഫോൺ വിളിയൊന്നും കാണുന്നില്ലല്ലോ മോളെ, നീ ഞങ്ങളെ മറന്നുപോയോ? അമ്മച്ചി ചോദിച്ചു. ഇന്നലെ കൂടി ഞാൻ വിളിച്ചതാണല്ലോ അമ്മച്ചി, അവൾ മറുപടി പറഞ്ഞു. ഇന്നലെ കൂടി വിളിച്ചതാണല്ലോ അമ്മച്ചി, അവൾ മറുപടി പറഞ്ഞു. അല്ലെങ്കിൽ ദിവസം 3 നേരം വിളിക്കുന്ന ആളിപ്പോൾ ദിവസത്തിൽ 1 നേരമായി. എന്താണ് എൻ്റെ മോളുടെ ഉള്ളിൽ? അന്ന് വന്ന ഡേവിഡ് നിന്നെ വിളിക്കുന്നുണ്ടോ? അമ്മ ചോദിച്ചപ്പോഴാണ് അവൾക്ക് ഡേവിഡിൻ്റെ കാര്യം തന്നെ ഓർമ്മ വന്നത്. അന്ന് പെണ്ണുകാണലിന് കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല. അവർക്ക് താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നു, റോസ് മറുപടി പറഞ്ഞു. എന്നാൽ എൻ്റെ പൊന്നുമോള് കേട്ടോ, അവർക്ക് താല്പര്യമുണ്ട്. 1 മാസം കൊണ്ട് മനസ്സമ്മതം, പിന്നെ 2 മാസം കഴിഞ്ഞ് കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു, നാൻസി പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തത്? അമ്മച്ചിക്കൊരു വാക്ക് പറയണ്ടേ? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, റോസ് പെട്ടെന്നുള്ള ഷോക്കിൽ ദേഷ്യത്തിൽ പറഞ്ഞു. അല്ലെങ്കിലും എന്നാണ് നീ പ്രിപ്പയർഡ് ആയിട്ടുള്ളത്? ഞങ്ങൾക്ക് ആകെ ഒരു മകളേ ഉള്ളൂ. നീയായിട്ട് പറയുമെന്ന് കാത്ത് 10-30 വയസ്സ് വരെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തീരുമാനിക്കും, നീ അനുസരിക്കും. അടുത്ത ആഴ്ച ഇങ്ങോട്ട് പോന്നോണം. ലീവ് എടുത്തിട്ടല്ല, ജോലി തന്നെ ഉപേക്ഷിച്ചിട്ട്. നിനക്കിനി അവിടെയുള്ള ജോലി വേണ്ട. അല്ലെങ്കിലും ഡേവിഡ് മോൻ കാനഡയിലല്ലേ, അവൻ്റെ കൂടെ നീയും അങ്ങോട്ടേക്ക് പോയാൽ മതി. അതിനൊക്കെ ഡേവിഡിൻ്റെ മമ്മിയും പപ്പയും സമ്മതം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കോട്ടയം കോയമ്പത്തൂറൊന്നും ശരിയാവില്ല. ഒരാവശ്യത്തിന് നിന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് റെസിഗ്നേഷൻ ചെയ്തിട്ട് വന്നാൽ മതി, നാൻസി പറഞ്ഞു. റോസിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളുകൾ ഒഴുകി. ഒരു വാക്കുപോലും പറയാതെ എല്ലാം നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ ഫോൺ വിളിച്ചത്? ജോലി ഉപേക്ഷിക്കാൻ പറയുന്നു, കല്യാണം കഴിക്കാൻ പറയുന്നു, ഒരു സാവകാശം പോലും തരുന്നില്ലല്ലോ. എന്താണ് അമ്മ ഇങ്ങനെ? റോസ് ചോദിച്ചു. അപ്പോഴേക്കും പപ്പ ഫോൺ വാങ്ങിയിരുന്നു. മോളെ, അമ്മച്ചി പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ട. ഞങ്ങൾ നിനക്ക് വേണ്ടി എന്ത് തീരുമാനിച്ചാലും അത് നിന്റെ നല്ലതിനായിരിക്കും. മോളിപ്പോൾ ജോലി രാജിവെച്ചിട്ട് അടുത്ത ആഴ്ച തന്നെ ഇങ്ങോട്ട് വാ. മനസ്സമ്മതവും കല്യാണവും എല്ലാം നടത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മോളുടെ ഇഷ്ടപ്രകാരം തന്നെ എല്ലാം ചെയ്യാം. നീ ആദ്യം ഇങ്ങോട്ട് വായോ. സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവളോട് സംസാരിച്ചു. അപ്പനോട് എതിർത്ത് സംസാരിക്കാനുള്ള ധൈര്യ ആവേശം അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൾ മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് ഡ്യൂട്ടിയിൽ കയറുമ്പോൾ അവളാകെ മൂഡ് ഓഫ് ആയിരുന്നു. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ആമീറിൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. എന്താണ് മാഡം, കൂട്ടുകാരിയുടെ കൂടെ പോകുന്നില്ലേ? ഡ്യൂട്ടി ടൈം കഴിഞ്ഞല്ലോ, അമീർ തൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന ഇടയിൽ ചോദിച്ചു. അവനും തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയായിരുന്നു. അവൾ 1-2 നിമിഷം ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. പഴയ ഓർമ്മകളെല്ലാം മനസ്സിലേക്ക് വീണ്ടും വന്നു. വീണ്ടും തോറ്റുപോകുമോ എന്ന് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് തോന്നിയ പ്രേരണയിൽ അവനെ ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചു. പ്രതീക്ഷിക്കാത്ത കെട്ടിപ്പിടുത്തത്തിൽ അമീർ ഒലിഞ്ഞുപോയി. എന്താടി? അവൻ അവളുടെ പുറത്ത് തഴുവിക്കൊണ്ട് ചോദിച്ചു. അവളുടെ ഏങ്ങലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ കരയുകയാണെന്ന് മനസ്സിലായത്. എന്താ, ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അവളൊരു 2 മുഖവും കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, എനിക്ക് നിന്നോട് സംസാരിക്കണം, അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമീർ ഗൗരവത്തിൽ അവളെ നോക്കിക്കൊണ്ട് അവളെയും കൂട്ടി തൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. 2 പേരും നേരെ പോയത് പാർക്കിങ്ങിലാണ്. റോസ് എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. എന്താണ് നിന്റെ തീരുമാനം? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു. അപ്പനോടും അമ്മയോടും ബൈബിൾ തൊട്ടിട്ടാണ് സത്യം ചെയ്തത്. സത്യം ഞാൻ തെറ്റിച്ചു എന്നറിഞ്ഞാൽ അമ്മച്ചി എന്നെ കൊല്ലും. എനിക്ക് അവരെ എതിർത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. അടുത്ത ആഴ്ച വരാനാണ് പറയുന്നത്. എന്തു ചെയ്യും? റോസ് വേവലാതിയോടെ അവനെ നോക്കി സംസാരിച്ചു. ഈ മറുപടിയല്ല ഞാൻ നിന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. എത്ര നിസ്സാരമായിട്ടാണ് നീ നിനക്കറിയില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വീണ്ടും ഒരു ഭീഷണി വന്നു കഴിഞ്ഞാൽ നീ എന്നെ ഉപേക്ഷിച്ചു പോകുമല്ലേ? അമീർ ദേഷ്യത്തിൽ ചോദിച്ചു. ഇല്ല, ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എനിക്ക് നീയില്ലാതെ കഴിയില്ല. എനിക്ക് നിന്നെയും വേണം, എൻ്റെ വീട്ടുകാരെയും വേണം. രണ്ടിലും ഒരാളെയും വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, റോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനവളുടെ കണ്ണുനീർ തുടച്ചു. പക്ഷെ താൽക്കാലികമായി നീ ഇതിൽ ഒരു കൂട്ടരെ വിഷമിപ്പിച്ചേ പറ്റൂ, അമീർ ഗൗരവത്തിൽ പറഞ്ഞതും റോസ് ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ഞാനിതൊക്കെ മുൻകൂട്ടി കണ്ടതാണ് റോസമ്മേ. നമ്മുടെ കാര്യത്തിൽ ഇതിനുള്ള പ്രതിവിധി ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. നിന്നോട് ചോദിക്കാതെ ഞാൻ ഒരു കാര്യം ചെയ്തു. അതായത് എൻ്റെയും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ മാരേജിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. മിനിമം 30 ദിവസമാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ വൈകാതെ നമ്മുടെ വിവാഹം നടക്കും. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഏത് രജിസ്റ്റർ ഓഫീസിൽ? പക്ഷേ എൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സ് എല്ലാം എങ്ങനെ കിട്ടി? ആകാംക്ഷയോടെ അവൾ ചോദിച്ചു.
നീ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച എനിക്ക് നിന്റെ ഡോക്യുമെൻറ്റ്സ് കിട്ടാനാണ് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? നിന്റെ കൂട്ടുകാരിയുടെ അടുത്ത് ചോദിച്ചു. നിന്റെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാം ഒപ്പിച്ചു. നിന്നോട് പറയണ്ട എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എൻ്റെ സർട്ടിഫിക്കറ്റ് നിന്റെ സർട്ടിഫിക്കറ്റും കൂടി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്നെങ്കിലും ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു വഴിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നു കരുതി ആദ്യമേ നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് പറയണ്ട. ഇപ്രാവശ്യം നിന്റെ കൂടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ടാവും കൂടെ. മാന്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ അപ്പനോട് അമ്മയോട് സംസാരിക്കും, സമ്മതിപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഈ കാര്യം ഞാൻ പറയുള്ളൂ. അവർക്ക് നിന്നിലുള്ള അതേ അവകാശം അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ അവകാശം എനിക്ക് നിന്നിലുണ്ട് എന്ന് കാണിക്കാൻ നീ നിയമപരമായി എൻ്റെ ഭാര്യയായി പറ്റൂ. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ നമ്മുടെ വിവാഹം നടക്കും. പിന്നെ ജോലി രാജിവെക്കുന്ന കാര്യം അത് നീ മാത്രമല്ല ഞാനും ചെയ്യാം. നമുക്ക് എറണാകുളത്ത് വർക്ക് ചെയ്യാം. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിനക്കും ഞാൻ അവിടെ തന്നെ ജോലി സെറ്റാക്കി തരാം. എല്ലാത്തിനും നിൻ്റെ കൂടെ ഞാനുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടെ നിന്നാൽ മതി. പഴയ പോലെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. ഇത്രയും അവൻ പറഞ്ഞതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. കരയാണോ പെണ്ണേ നീ? ആമി സ്നേഹത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഓരോ ഐഡിയകൾ വരുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്റെ കൂടെ അല്ലാതെ വേറെ ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രം നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഈ രജിസ്റ്റർ മാരേജ് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നീ പറയുന്നത് ചെയ്യാനാണ് തോന്നുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ജോലി രാജിവെച്ച് പോകുന്നത് നമ്മുടെ നല്ലതിനായിരിക്കുമല്ലേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എല്ലാം നല്ലതിനാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുപോലും നല്ലതിനാണ്. എത്ര കാലം നമ്മൾ കാത്തിരിക്കും? എന്തായാലും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ നല്ലൊരു അവസരമാണ്. എന്തുകൊണ്ട് ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തും? എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിന്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. കൺവിൻസ് ആയില്ലെങ്കിൽ മാത്രം നീ അവരെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരില്ലേ? ആമിർ ചോദിച്ചു. റോസ് ഞെട്ടലോടെ അവനെ നോക്കി. ഒരിക്കലും അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വീട്ടുകാരുടെ മാനം കളഞ്ഞുള്ള ഒരു ഒളിച്ചോട്ടം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അങ്ങനെ ചിന്തിക്കേണ്ട. ഒരുപക്ഷെ അമീർ സംസാരിച്ചാൽ വീട്ടുകാർ സമ്മതിച്ചാലോ? അവൾ ചോദിച്ചു. സമ്മതിക്കട്ടെ, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. വീട്ടുകാരുടെ സമ്മതവും അനുഗ്രഹവും നമുക്ക് വേണം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. അമീർ അടുപ്പിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് എടുത്തിരുന്നു. കാരണം വേറൊന്നുമായിരുന്നില്ല. നിലമ്പൂരിലെ രജിസ്റ്റർ ഓഫീസിലാണ് അവൻ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അവൻ്റെ നാട്ടിലെ സുഹൃത്തുക്കളുടെ വഴി അവർ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കിയിരുന്നു. ഒരുപക്ഷെ റോസിനേക്കാൾ മുമ്പ് റിസൈൻ ചെയ്തു പോയത് അവനായിരുന്നു. മലപ്പുറത്ത് നിന്ന് അവൻ്റെ വീട്ടിലെ ഉമ്മയും കസിൻ സിസ്റ്ററായ ആയിഷയടക്കം എല്ലാവരും റോസിനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അമീറിൻ്റെ വീട്ടിൽ റോസുമായുള്ള പ്രണയം ഇപ്പോൾ പരസ്യമായ ഒരു രഹസ്യമാണ്. അവൻ്റെ ഉപ്പിക്കും ഉമ്മയ്ക്കും കുടുംബക്കാർക്കും എല്ലാം അറിയാം. പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം മാത്രം അവൻ ആരോട് പറഞ്ഞില്ല. ഉമ്മയോട് മാത്രം അവൻ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. തൻ്റെ മകൻ ആദ്യമേ ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനോട് ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും സന്ദർഭം ഇതായതുകൊണ്ട് അവർ അതിനെ അവഗണിച്ചു. പടച്ചോൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കും അവൾക്കും ഉണ്ടാവുമെന്ന് അവർ അനുഗ്രഹിച്ചു. ഈ ദിവസങ്ങളിലെല്ലാം അമീർ എന്ന് റോസിന് ഫോൺ വിളിക്കുമായിരുന്നു. അവനറിയാം അവളായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതെന്ന്. 1-2 ദിവസമായി താനിപ്പോൾ കോയമ്പത്തൂർ വിട്ടിട്ട്. ഇതിനിടയിൽ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യവും എറണാകുളത്തുള്ള ജോലിയുടെ കാര്യവും എല്ലാം അന്വേഷിക്കാൻ പോയി. തങ്ങൾ രണ്ടുപേർക്കുമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കിലായിരുന്നു. എന്നാലും പറ്റുന്ന പോലെയെല്ലാം അവളെ ഫോൺ വിളിക്കാനും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അമീർ ശ്രമിച്ചിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുമ്പോൾ റോസ് സതീഷിൻ്റെ അടുത്ത് മാത്രം സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവൾക്കൊരു സഹോദരനോടുള്ള സ്നേഹമായിരുന്നു സതീഷിനോട്. സതീഷ് ആദ്യം ഞെട്ടിപ്പോയെങ്കിലും അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാം നല്ലതിനാവും എന്ന് പറഞ്ഞ് അയാൾ അവളെ അനുഗ്രഹിച്ചു. ജാനിയോട് യാത്ര പറഞ്ഞ് അവസാനം ട്രെയിനിൽ കയറി. കോയമ്പത്തൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് ഒറ്റപ്പെടലാണ്. ജാനിയുടെ കരച്ചിലും തൻ്റെ ഉള്ളിലുള്ള ആകുലതകളും മനസ്സിനോട് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അവിടെ തന്നെ കാത്ത് റെയിൽവേ സ്റ്റേഷനിൽ അമീർ ഉണ്ടാവും. ആ മുഖം ഓർത്തപ്പോൾ ഉള്ളിലുള്ള എല്ലാ ആശങ്കയും പോയി. പുലർച്ചെ ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും ഇരുട്ടാണ്. സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തൻ്റെ രക്ഷിതാവിനെ തിരിയുന്ന കുട്ടിയെപ്പോലെ അവൾ ചുറ്റും നോക്കി. 2 കൈയും മാറിക്കെട്ടി ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അമീർ. അവൾ ഒറ്റ ഓട്ടത്തിന് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൻ അവളെയും. 3-4 ദിവസത്തെ വേർപിരിയൽ പോലും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിപ്പോയി. 3-4 വർഷമായി കാണാത്ത പോലെ. എപ്പോൾ വന്നു? അവൾ ചോദിച്ചു.
ഞാനൊരു അരമണിക്കൂർ മുമ്പേ വന്നു. ഒരുപക്ഷെ നീയെങ്ങാനും നേരത്തെ വന്നിട്ട് ഇവിടെ ആരെയും കണ്ടില്ലെങ്കിൽ ടെൻഷൻ അടിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും മണവാട്ടി വാ. രാവിലെ 11 മണിക്ക് ഓഫീസിലെത്തണം. ഇപ്പോൾ ചെന്ന് ഫ്രഷായിട്ട് നമുക്കൊന്ന് ഉറങ്ങാം. അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. നിലമ്പൂരുള്ള ഏരിയയിലുള്ള ഒരു റിസോർട്ടിലാണ് അവൻ റൂം എടുത്തത്. അവൻ്റെ കൂട്ടുകാരൻ്റെ വക ഒരു വിവാഹ സമ്മാനം കൂടിയാണ് റിസോർട്ട്. മുളങ്കാടുകളുടെ അകത്തുള്ള ബാംബു ട്രീ കൊണ്ട് ഉണ്ടാക്കിയ ആ കോട്ടേജ് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല തണുപ്പും പച്ചപ്പും ഹരിതാപവുമായി നിൽക്കുന്ന ഒരു പ്രദേശം. അവൻ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. ബാത്റൂമിൽ കയറി ഫ്രഷായിട്ട് എൻ്റെ മോള് കിടന്നോ, ഞാനും ഒന്ന് ഉറങ്ങട്ടെ. ഇന്നലത്തെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഉറക്കം ശരിയായിട്ടില്ല. അലാറം വെക്കാം ഒരു 9 മണിക്ക്. രജിസ്റ്റർ ഓഫീസിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അമീർ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നതും അവൾ കണ്ടു കട്ടിലിൽ മലർന്ന് കിടന്നുറങ്ങുന്ന ചെക്കനെ. യാത്രാക്ഷീണം ഉണ്ടെങ്കിലും റോസിന് ഉറക്കം വന്നില്ല. ഫോണിൽ ഇന്നലെ രാത്രി തൊട്ട് കിടക്കുന്ന അമ്മച്ചിയുടെ മെസ്സേജുകളുണ്ട്. ഒന്നും തുറന്നു നോക്കാൻ തോന്നിയില്ല. തൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നവൻ എങ്ങനെ സുഖമായി ഉറങ്ങുന്നു എന്ന് അവൾ ചിന്തിച്ചു. അവൾക്ക് ഉറക്കം തന്നെ വരുന്നില്ല. ഹൃദയത്തിൽ എന്തോ ഭാരം പോലെ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ താനൊരു ഭാര്യയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ട ആഗ്രഹം. തനിക്ക് ആദ്യമായി പ്രണയം തോന്നിയ ആളുടെ കൂടെ ഒരു വിവാഹം. അമീർ, എൻ്റെ ഫസ്റ്റ് ലവ്. തന്നെക്കാൾ പ്രായം കുറഞ്ഞ എന്നാൽ തന്നെക്കാൾ പക്വതയുള്ള അമീർ. പ്രണയത്തിന് പ്രായം ഒരിക്കലും ഒരു പ്രശ്നമല്ല എന്ന് തനിക്ക് മനസ്സിലാക്കി തന്നവൻ. സ്ത്രീയായാലും പുരുഷനായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ മാനസികമായി അടുപ്പമുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു പക്വതയും ഉത്തരവാദിത്വ ബോധവും ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം എന്ന് മനസ്സിലാക്കി തന്നത് അമീറാണ്. താൻ അമീറിനെ ആദ്യം കണ്ടപ്പോൾ അന്നവന് താടിയും മീശയും ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായി രോമങ്ങൾ കിളിർക്കുന്ന മിനുസമായ ചർമ്മമായിരുന്നു. ഇപ്പോൾ നല്ല കരുത്തുള്ള മുടിയും രോമവും ആണ് മുഖത്തും കയ്യിലും കാലിലും. ഒരാൺകുട്ടിയിൽ നിന്ന് ഒരു പുരുഷനിലേക്കുള്ള അവൻ്റെ മാറ്റം 10 വർഷം കൊണ്ടുണ്ടായതാണ്. ശാരീരികമായ മാറ്റത്തേക്കാൾ വ്യക്തിപരമായി കൂടി അവനൊരുപാട് ഉയർന്നു. പ്രശസ്തനായ ഒരു ഡോക്ടർ, സുന്ദരനും സുമുഖനുമായ ആരോഗ്യ ദൃഢഗാത്രൻ. സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിവാഹാലോചനകൾ വന്നിട്ടും അവൻ്റെ ആദ്യ പ്രണയമായ എന്നെയാണ് അവൻ ചൂസ് ചെയ്തത്. പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ലാത്ത സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ നഴ്സായ തന്നെയാണ് അവൻ പ്രണയിക്കുന്നത്. റോസിൻ്റെ ചിന്തകൾ കാടുകൾ കടന്നുപോയി. അവനോടുള്ള പ്രണയം അവളുടെ ഉള്ളിൽ കുതിച്ചു ചാടി. ചിന്തകൾക്കൊടുവിൽ എപ്പോഴും അവൾ കണ്ണടച്ചു. സമയം ഏകദേശം 9 മണിയായി. അമീർ വേഗം അവളെ തട്ടി വിളിച്ചു. നീ ആദ്യം പോയി കുളിച്ചു വാ, ഞാൻ അപ്പോഴേക്കും ഒരു ചായ ഓർഡർ ചെയ്യാം. അമീർ പറഞ്ഞതും റോസ് വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു. അപ്പോഴേക്ക് റിസോർട്ടിൽ നിന്ന് ചൂട് ചായയും പുട്ടും കടലക്കറിയും മുട്ട പുഴുങ്ങിയതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം അടങ്ങുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ റൂമിൽ എത്തിയിരുന്നു. നീ വേഷം മാറിക്കോ, എൻ്റെ 2 കൂട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ല. ചെറിയൊരു രീതിയിൽ ഒപ്പിടുന്നു. അവരുടെ കൂടെ ഫുഡ് കഴിക്കുന്നു. തിരിച്ചു നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുന്നു. പിന്നെ 2 ദിവസം നമ്മൾ ഇവിടെ കറങ്ങിയിട്ട് തിരിച്ചു കോട്ടയത്തേക്ക് പോകുന്നു. ഈ പ്ലാൻ ഓക്കെ അല്ലേ? അമീർ ചോദിച്ചു. അവൾ കണ്ണുകൾ കൊണ്ട് ചിമ്മി സമ്മതം അറിയിച്ചു. ഒരു സാധാരണ കോട്ടൺ സാരിയാണ് അവൾ കൊണ്ടുവന്നത്. ആ സാരി അവൾ ഉടുത്തു. ചെറുതായി ഒരു കറുത്ത പൊട്ടും. കൂടുതൽ ഒരുക്കങ്ങളൊന്നുമില്ല. അവനൊരു സിമ്പിൾ ലിനൻ ഷർട്ടും പാൻറ്റുമാണ് ധരിച്ചത്. ഭക്ഷണം ഒരുമിച്ച് കഴിച്ച ശേഷം രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിൽ പോയി. അമീറിൻ്റെ കൂട്ടുകാർ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അവളോട് പെരുമാറി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ അവരുടെ ഊഴമെത്തി. വളരെ കോൺഫിഡൻ്റ് ആയി തന്നെ അമീർ ഒപ്പിട്ടുവെങ്കിലും റോസ് പേടിച്ചു വിറച്ചാണ് ഒപ്പിട്ടത്. സാക്ഷികളും കൂടി ഒപ്പിട്ട ശേഷം അമീർ തൻ്റെ കയ്യിലുള്ള കുഞ്ഞു ബോക്സ് തുറന്നു. അതിൽ കുരിശടയാളമുള്ള കുഞ്ഞി താലിമാലയും അമീർ എന്ന പേരുള്ള ഒരു മോതിരവുമുണ്ട്. അവളുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് കുരിശിൻ്റെ മിന്ന് അവൻ അവളുടെ കഴുത്തിൽ കെട്ടി. റോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവളുടെ വിരലിൽ ആ മോതിരം ഇട്ടുകൊടുക്കുമ്പോൾ ആ മോതിര വിരലിനെ ഒന്ന് ചുംബിക്കാനും അവൻ മറന്നില്ല. അപ്പോഴേക്ക് റോസ് കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. രജിസ്റ്റർ ഓഫീസിൽ എല്ലാവരും അവരുടെ സ്നേഹപ്രകടനം കണ്ട് പരസ്പരം നോക്കി ചിരിച്ചുപോയി. ഇൻ്റർകാസ്റ്റ് മാരേജുകൾ അവിടെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതുപോലെ എത്രയോ വിവാഹങ്ങൾ അവർ നടത്തിയിരിക്കുന്നു. പക്ഷേ ഏതൊരു മനുഷ്യനെ പോലെയും ഒരു വിവാഹരംഗം കാണുമ്പോൾ അവരെല്ലാം മനസ്സറിഞ്ഞ് അവരെ ആശംസിച്ചു.